ബിഗ് ബോസിന് മുന്നേ അതിനുശേഷമുള്ള ലൈഫും രണ്ടാണ്, രണ്ട് ഡിഫറെന്റ്. എല്ലാവരും ബിഗ് ബോസിൽ പോകണം, അത് അങ്ങനെ ചെയ്യരുത് കേട്ടോ. കിട്ടില്ല, ഉടനെ കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഈ വീഡിയോയുടെ അവസാനം ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്, കിട്ടില്ല കിട്ടും, നല്ല ചോദ്യം. എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്? ഒരുത്തം വന്ന് അനുമോളെ എന്നെ അനുഗ്രഹിക്കും പുരുഷു എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ ഇതേപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ലൈവ് വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് കൊടുത്ത അനുമോളെ. അതേപോലെ എന്തെങ്കിലുമൊക്കെ ലൈവ് വന്ന് പറഞ്ഞാൽ അതെനിക്ക് കറിപ്പൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ച മീഡിയത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആരാണെങ്കിലും അടിപൊളി ചോദ്യമായിരുന്നു കേട്ടോ. എന്തിനാ എന്റെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണ? കാറൊന്നും കൊടുക്കാം. പിന്നെ ആ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയ കാര്യത്തിന് പറഞ്ഞ മരുന്നിട്ട് ഒരു കറി കൂടി ഇട്ടോ. ബിഗ് ബോസ് ആ കാറൊന്ന് കൊടുക്ക്. എന്താ വലിയ കാര്യത്തിന് സ്പോൺസറൊക്കെ ചെയ്തല്ലേ, എന്നിട്ട് എന്താ കാറ് കൊടുക്കാത്ത? ആ മോശമായി പോയിട്ടോ. അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതിയാകും. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ഇത്രയും പറഞ്ഞത് വെറുതെ ആയി പോയി തോന്നുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തമ്പനയിൽ കണ്ട പോലെ അല്ലെങ്കിൽ തുടക്കത്തിലെ വീഡിയോ കണ്ട പോലെ അനുമോളുടെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഇത് ഇന്നലെ ഹാപ്പി നോറയുടെ ഒരു ഫസ്റ്റിന്റെ ഭാഗമായിട്ട് അനുമോൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വളരെ വൈകിയാണെങ്കിലും ഒരുപാട് ആരാധകർ, അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആരാധകർ അനുമോളോട് വന്ന് സംസാരിച്ചു. കുറച്ചു നേരം ഫോട്ടോസ് എടുത്തു, വിശേഷങ്ങൾ പങ്കുവെച്ചു. ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് അവിടെ മീഡിയക്കാരുണ്ടായിരുന്നു. അവരുടെ ചില ചോദ്യങ്ങൾക്കും ഗംഭീരമായിട്ടുള്ള ഉത്തരവൊക്കെ നൽകിയിട്ടുണ്ട്. അതിലൊരു ചോദ്യം ഉണ്ടല്ലോ, ഒരുപക്ഷെ നമ്മൾ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഇതുവരെ ആരും ചോദിക്കാത്തൊരു ചോദ്യമാണ് കേട്ടോ. അതായത് ആ ഒരു മീഡിയയിലെ ആള് ചോദിച്ചിട്ടുണ്ട്. അതിന് മറുപടിയും അനുമോള് കൊടുത്തിട്ടുണ്ട്. എന്താണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്? ആ കാർ അങ്ങോട്ട് കൊടുത്തൂടെ? കാറൊക്കെ ഓഫർ ചെയ്തിട്ട്, ഫ്ലാറ്റ് മാത്രമല്ല, ഫ്ലാറ്റിലല്ലോ മണി പ്രൈസ് ആയിരുന്നില്ലേ, എമൗണ്ട് ആയിരുന്നില്ലേ, ഇന്നർക്കുള്ള മണി പ്രൈസ് എല്ലാവരുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. അതേസമയം തന്നെ ഇതാ മാരുതി കാറ്, മാരുതി സുസുക്കി, മാരുതി അല്ലായിരുന്നോ സ്പോൺസർ? മാരുതി എന്ന എൻ്റെ ഒരു ഓർമ്മ. അപ്പൊ ഇത് കാറ് കൊടുക്കാത്തേ? പക്ഷെ മോശം കേട്ടാ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട്. വേഗം അങ്ങോട്ട് കൊടുക്ക്. ഇത്ര ടൈം എടുക്കുമോ ഒരു കാറ് കൊടുക്കാനായിട്ട്? ഇത്ര ടൈമൊക്കെ എടുക്കുമോ? അഖിൽമാരാർ ഇതേപോലെ തന്നെയായിരുന്നു. ഇങ്ങനെ ലൈവ് വന്നിട്ട് ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിച്ചിട്ടാണ് ബിഗ് ബോസ് കൊടുത്ത അനുമോളെ. അതേപോലെ എന്തെങ്കിലുമൊക്കെ ലൈവ് വന്ന് പറഞ്ഞാൽ അതെനിക്ക് കാർ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കിട്ടില്ല, ഉടനെ കിട്ടും. എന്തിനാ എന്റെ ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കണ? കാറൊന്നും കൊടുക്കാം. വിന്നർക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഒരു വിന്നർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ല, പ്രൈസ് മണി മാത്രം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് എല്ലാവരുടെ മുമ്പിൽ വെച്ച് വലിയ കാര്യത്തിന് പറഞ്ഞു മരുന്നിട്ട് ഒരു കറി കൂടി ഇട്ടോ എന്നൊക്കെ വലിയ വർത്താനം പറഞ്ഞിട്ട് ഇതാ ഇപ്പോ ഇത്രയും മാസമായി ഇറങ്ങിയിട്ട് എന്നിട്ട് കൊടുത്തില്ല. മോശോട്ടാ. പക്ഷെ ഇതിനു മുമ്പും അങ്ങനെയൊക്കെ തന്നെയാണ് ചരിത്രം. ബിഗ് ബോസ് ചരിത്രം അങ്ങനെയാണ്. അഖിൽമാരാർക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കാറ്. ലാസ്റ്റ് അഖിൽ ലൈവിൽ വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോഴാണ് കാറ് കൊടുത്തത്. ഇതാ ബിഗ് ബോസേ അനുമോൾക്ക് ആ കാറ് കൊടുക്കട്ടോ. മോശോട്ടോ, വലിയ കാര്യത്തിനൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാണ്ടിരിക്കണ മോശമാണേ. സാധാരണ മീഡിയക്കാരിങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അവരുടെ ചോദ്യങ്ങൾക്ക് നമുക്ക് പോലും തോന്നും എന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന്. പക്ഷേ ഈ ഒരു ചോദ്യം ചോദിച്ച മീഡിയത് ആരാണെന്നൊന്നും എനിക്കറിയില്ല. ആരാണെങ്കിലും അടിപൊളി ചോദ്യമായിരുന്നു കേട്ടോ. പലരുടെയും മനസ്സിലുള്ള ഒരു ഡൗട്ടായിരുന്നു. എന്തായാലും നിങ്ങൾക്ക് ഇരിക്കേണ്ട ഒരു കൈയടി. അനുമോൾക്ക് കാറൊന്നും കിട്ടിയിട്ടില്ല. ബിഗ് ബോസ് പറ്റിച്ചോ? നമ്മുടെ ബിഗ് ബോസ് അല്ലേ, പറ്റിക്കില്ല, കിട്ടും. നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ. അപ്പൊ എല്ലാവരും നമ്മുടെ ഉല്ലാസ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ പോയി ഫുഡ് ഒരു ദിവസം അതെ ഒരുപാട് ദൂരമൊന്നും ഇല്ല. നമ്മുടെ പന്തളം ജംഗ്ഷൻ തന്നെയാണ് ചേട്ടൻ റെസ്റ്റോറന്റ് വരുന്നത്. അവിടെ വന്നു കഴിഞ്ഞാൽ ഉല്ലാസ് ചേട്ടന്റെ റെസ്റ്റോറന്റ് അന്ന് ആരെങ്കിലും ഒരാളോട് ചോദിച്ചാൽ മതി, ഓട്ടോച്ചേട്ടന്മാരൊക്കെ ചോദിക്കും. നമ്മുടെ ഉല്ലാസ് ചേട്ടന്റെ പന്തളത്തുള്ള റെസ്റ്റോറന്റിനെ കുറിച്ചാണ് അനുമോള് പറയുന്നത്. കഴിഞ്ഞ ദിവസം നല്ല അടിപൊളിയായിട്ട് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു. പന്തളത്തെ കൂടി പോകുന്നവര് ഉല്ലാസ് ചേട്ടന്റെ ഭക്ഷണം കഴിക്കുക. ഒരവസരം കിട്ടിയപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഉല്ലാസ് ചേട്ടൻ എല്ലാവർക്കും അറിയാലോ, ആളൊന്ന് നടന്നൊന്ന് ഓക്കെ ആയി വരുന്നേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ആ ചേട്ടൻ റിക്കവർ ചെയ്ത് എല്ലാം ഓക്കെ ആയിട്ട് പണ്ടത്തെ പോലെ അടിപൊളിയായിട്ട് ആ ചേട്ടൻ വരട്ടെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പൊ പന്തളത്ത് ചെന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഓട്ടോക്കാരോടോ അല്ലെങ്കിൽ അവിടെയുള്ള ആരോടെങ്കിലും ചോദിച്ചാൽ മതിയാകും. ഞാൻ മൈക്ക് ഓൺ ആക്കിയിട്ടില്ല. ഇത്രയും പറഞ്ഞത് വെറുതെ ആയി പോയി തോന്നുന്നു. ഫാൻ്റെ സൗണ്ടൊക്കെ നിങ്ങൾ കേൾക്കുമായിരിക്കും. സാരമില്ല, ഇനി ഞാൻ റിപ്പീറ്റിലൊന്നും പറയുന്നില്ല. അപ്പോൾ ആ സൈഡിലേക്ക് കൂടി പോകുന്നവർ അവിടെ അടുത്തുള്ള ഓട്ടോക്കാരോട് അവിടെ ആരോടും ചോദിച്ചാലും ഉല്ലാസ് ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ എന്ന് പറയുമ്പോൾ എല്ലാവരും കാണിച്ചു വരും. അവിടെ പോയി ഭക്ഷണം കഴിക്കാം. അതൊരു പക്ഷേ എല്ലാവർക്കും ഒരു
ഉപകാരമായിരിക്കും. തീർച്ചയായിട്ടും ഞാൻ ആ വഴി പോകുമ്പോൾ ഉറപ്പായിട്ടും കഴിക്കും, കയറും. അതിൻ്റെ ഫോട്ടോസ് വീഡിയോസ് ഇടാൻ പറ്റില്ലല്ലോ, ഫോട്ടോസ് ഞാൻ ഇടാം. അപ്പൊ അവര് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരും. എല്ലാരും ഒരു പ്രാവശ്യം ഒന്ന് പോയി ഫുഡ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരവസരം നമ്മൾ ആരും പാഴാക്കില്ല അല്ലേ. ബിഗ് ബോസിൽ നിന്ന് പോയി വന്നതിന് ശേഷം എങ്ങനെയുണ്ട് അനുമോളെ ലൈഫ്? ഈ ചോദ്യത്തിന് കിടിലൻ മറുപടിയാണ് നമുക്ക് കേൾക്കാം. ബിഗ് ബോസിന് മുന്നേ അതിനുശേഷമുള്ള ലൈഫും രണ്ടാണ്, ഡിഫറെന്റ് ആണ്. കുറച്ചും കൂടെ സ്ട്രോങ് ആയി ലൈഫ് എന്താന്ന് അറിഞ്ഞു. പിന്നെ കുറച്ച് എന്താ പറയണ്ട, ഏത് സിറ്റുവേഷനും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എന്താ പറയണ്ട, അത് ബിഗ് ബോസിൽ പോയി അത് എക്സ്പീരിയൻസ് ചെയ്താലേ നമുക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നത് വെച്ചാൽ എല്ലാവരും ബിഗ് ബോസിൽ പോകണം, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. പുറമെ നിന്ന് കാണുമ്പോൾ ഇതൊക്കെ എന്തുവാ ഈസി അല്ലേന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനൊന്നും അല്ല. നമ്മളൊരു വീട്ടിനകത്ത് ഫോണും വാച്ചും പുറലോകവുമായി ഒരു ബന്ധമില്ല, നമ്മുടെ പാരന്റ്സ് ആയിട്ടൊന്നും ഒരു ബന്ധമില്ലാത്തതല്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ കൂടെ ഉള്ളവരും എല്ലാം നമുക്ക് അറിയാത്തവരും അറിയാവുന്നുള്ളവരും. അപ്പം ഒരു ഗെയിം ഷോയും കൂടിയാണ്. അങ്ങനെ വരുമ്പോ മറ്റൊരു പ്രഷർ കുക്കർ പോലെയാണ്. ശരിക്കും കുറച്ച് കഷ്ടപ്പാടുണ്ട് അതില്. സത്യം കേട്ടോ. നമ്മള് പുറമേ നിന്ന് നമുക്ക് എന്തും പറയാം, അങ്ങനെ കളിക്കായിരുന്നല്ലേ, ഇങ്ങനെ കളിക്കായിരുന്നില്ല, അങ്ങനെ ചെയ്യായിരുന്നല്ലേ, ഇങ്ങനെ ചെയ്യാറുന്നില്ലേ, എന്താണ് കാണിച്ചു കൂട്ടുന്നേ എന്നൊക്കെ നമുക്ക് പുറമേ എന്ന് പറയും. നമ്മൾ പറയും നമുക്കൊരു രസം. പക്ഷെ അവിടെ ഉള്ളവരെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അവര് ഫോണ് കയ്യിലില്ല, ഇതുപോലെ വാച്ചില്ല, അവർക്ക് എന്താ പുറത്ത് നടക്കണമെന്ന് അറിയില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ കുടുംബത്തുള്ളവർക്ക് പോലും എന്താ അവിടെ സംഭവിക്കണമെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് അവരവിടെ പിടിച്ചു നിൽക്കുന്നവർ, അത് എത്ര ദിവസം ആയിക്കോട്ടെ, വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിങ്ങനെ വാശി പിടിച്ച് കയറുന്നവരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്. അല്ലാതെ അവിടെ കളിച്ച് നിന്നവരൊക്കെ ഇല്ലേ, അവരൊക്കെ എല്ലാവരും വിന്നേഴ്സാണ്, എല്ലാവരും അടിപൊളിയാണ്. അതവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ അവിടെ പോയി ഇറങ്ങി വന്നവർ പറയുന്നത് കേൾക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ലാലേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലാണ് വരുന്നത്, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. അത്രയും വലിയൊരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിലാണ് അവരൊക്കെ ജീവിച്ചത്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലേക്ക് പോയ എല്ലാവരോടും നിങ്ങൾ അടിപൊളിയാണെന്നേ പറയത്തുള്ളൂ. അങ്ങനെ അടിപൊളിയായിട്ടൊക്കെ നിന്നിട്ട് അവർ പുറത്തിറങ്ങുമ്പോൾ ഇത്രമാത്രം നെഗറ്റീവ്സാണ് അവരെ പുറത്ത് കാത്തിരിക്കുന്നത്. പോസിറ്റീവ് ഉണ്ടെങ്കിലും നെഗറ്റീവും ഉണ്ട്. ഒരാൾക്ക് പോസിറ്റീവ് മാത്രമായിട്ട് ഇറങ്ങി വന്നവരാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും നെഗറ്റീവും പറയുന്നുണ്ട്, പോസിറ്റീവും പറയുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ്സൊക്കെ ഇവരെങ്ങനെ ഫേസ് ചെയ്യും? അതിനും വേണം ഒരു കരുത്തല്ലേ. അതിനുള്ള മറുപടി അനുമോൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണോ എല്ലാവരും ഓരോരുത്തരും ഓരോ രീതിയിലാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്. അനുമോൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതെ, നെഗറ്റീവ് ഇപ്പോഴും പറയുന്നവരുണ്ടാവും, പോസിറ്റീവ് പറയുന്നവരുണ്ട്. പക്ഷെ ഞാൻ പോസിറ്റീവ് പറയുന്നവരെ കൂടെ നിൽക്കുന്നുണ്ട്, നെഗറ്റീവ് പറയുന്നവരെ ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താ നടക്കുന്നത്, അവിടെ എന്താ ഞങ്ങൾ അനുഭവിച്ചെന്നുള്ളത് ഞങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ആരുടെയും മൂടാൻ നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് മൈൻഡ് ചെയ്തില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ മൈൻഡ് ചെയ്യില്ല. പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ മാത്രമേ തേടി പോവാറുള്ളൂ. ഞാൻ പൊതുവെ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്തിനാ, നമ്മുടെ സന്തോഷവും നമ്മുടെ ഫ്യൂച്ചർ എന്താണ്, ഇനി അങ്ങോട്ടുള്ളത് എന്താണെന്ന് നോക്കിയിട്ട് അത് നോക്കി പോകും. സത്യം. നെഗറ്റീവ് പറയുന്നവർ പറയട്ടെ, അവരെന്തറിഞ്ഞിട്ടായി കിടന്ന് പറയുന്നേ, അവർക്ക് എന്തറിഞ്ഞിട്ടാണ് നമ്മളെ കുറിച്ച് പറയുന്നേ, പറയട്ടേന്നേ, എന്താ വെച്ചാൽ പറയട്ടെ. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വാല്യുബിൾ ടൈം അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതല്ല. അവർ നമ്മളെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടെ, അതൊക്കെ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ അല്ലേ? അനുമോളുടെ മറുപടി അടിപൊളി മറുപടിയാണ്. പോസിറ്റീവ് പറയുന്നവരെ നമ്മൾ ഓക്കെ അടിപൊളി, എന്തിനാ വെറുതെ നെഗറ്റീവ് ഹോർമോൺസ് ഒക്കെ വെറുതെ ആക്റ്റീവ് ആക്കിയിട്ട് വല്ല അസുഖമൊക്കെ വരുത്തി വെക്കുന്നത്? നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കേൾക്കാം, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുറിച്ച് ചിന്തിക്കാം. അങ്ങനെ പോസിറ്റീവ് ഹോർമോൺസ് ഒക്കെ ആക്റ്റീവായി നമ്മൾ എപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ജില്ലായിട്ട് നടക്കാം. എന്താണ് അനുമോളെ പട്ടായി പോവാത്തത്? ആദിലെ നൂറയൊക്കെ പോയല്ലോ. ആദിലയുടെ നൂറയും അനുമോളും തമ്മിലുള്ള ഒരു പ്രശ്നമൊന്നും അറിയാത്ത ഒരു ആള് ചോദിക്കും ചോദ്യം കേട്ടോ. എന്താ ആദിലയുടെ നൂറയുടെ കൂടെ പോവാത്ത? അവരൊക്കെ പോയല്ലോ, ഒന്ന് കൊണ്ടുപോയില്ല, ഇന്ന് ഫ്ലൈറ്റ് മിസ്സായോ? മറുപടി പറയുന്നുണ്ട്. പോകാൻ ഞങ്ങൾക്ക് കുറച്ച് തിരക്കാണ്, എനിക്ക് പോണം. ഈ ഒരു സമയമുണ്ട്, അതൊക്കെ അതിൻ്റെ സമയമുണ്ട്. ഞങ്ങളുടെയൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു, ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു പട്ടായിൽ പോകുന്നത്. അത് ഞങ്ങളുടെ എൻ്റെ 2-3 ഫ്രണ്ട്സ് ഉണ്ട്, അവരായിട്ട് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണ്. അപ്പോഴാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് തന്നെയാണ്. എപ്പോഴെങ്കിലും ഞങ്ങൾ എല്ലാവരും പറഞ്ഞതുപോലെ എപ്പോഴെങ്കിലും ഒരു ടൈം നമ്മൾ അതുപോലെ പട്ടായയിൽ പോകും. പട്ടായയിൽ പോയിട്ട് തൊട്ടപ്പുറത്ത് പോലും പോകാൻ അനുഭവർക്ക് സമയമുണ്ടോയെന്ന് അറിയില്ല. അത്രത്തോളം ഇനോഗ്രേഷൻസ് ആണ്, ഒരു ദിവസം 2-3 ഇനോഗ്രേഷൻസ് ആണ്. അതിൻ്റെ അസൂയം കുശുമ്പും കൊണ്ടാണ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ് നെഗറ്റീവ്സ് ഉണ്ടാക്കുന്നത്. പേഴ്സണലി ഞാൻ പറയും നല്ലൊരു പെൺകുട്ടിയാന്നേ പറയത്തുള്ളൂ. ഞാൻ പോസിറ്റീവായിട്ടൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനുമോളുടെ പാവാട പള്ളി എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയണ്ടേ? നല്ലതുണ്ടെങ്കിൽ നമ്മൾ മോശമാണെന്ന് ഇങ്ങനെ പറയുന്നത് എന്തിനാ? നല്ലത് കണ്ടാൽ നല്ലത് പറയണം. അതാണ് ഞാൻ ശീലിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നല്ലൊരു പെൺകുട്ടിയാണ്, നല്ലൊരു പെൺകുട്ടി.
അപ്പോൾ ആ കുട്ടിയെക്കുറിച്ച് നല്ലത് പറയാനാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഒന്നും നല്ലത് പറയുന്നു. ബിഗ് ബോസിലുള്ള എല്ലാവരും അനുമോളെ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. കുറച്ച് പേര് അനുമോളെ ഇപ്പോഴും ചേർത്ത് പിടിച്ച് അനുമോളെ ഫുൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ബിഗ് ബോസ് ഒരുപാടല്ല, കുറച്ച് പേരൊക്കെ ഉണ്ട്. വാലന്റൈൻസ് ഡേ ആയിട്ട് അനുമോൾക്ക് ആരും ഒന്നും കൊടുത്തില്ലെന്നൊക്കെ പറയുന്നു. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ വാലന്റൈൻസ് ഡേക്ക് ഞാൻ കരുതിയത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ കുറേ പേരുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങനെ ഗിഫ്റ്റ് കൊണ്ട് ഇങ്ങനെ നിറയും എന്നാണ് വിചാരിച്ചത്. അത്രത്തോളം ഗിഫ്റ്റുകൾ ഓരോരുത്തർ കൊടുക്കുന്നത്. എന്തു പറ്റി ഇത്രയും സുന്ദരികളായിട്ടുള്ള ഇവർക്കൊക്കെ വാലന്റൈൻസ് ഡേക്ക് ഒരു റോസാപ്പൂ, അറ്റ്ലീസ്റ്റ് ഒരു 50 രൂപയുടെ ഒരു റോസാപ്പൂ, 50 രൂപ അല്ലേ, 50 രൂപ ആയിരിക്കും, റോസാപ്പൂ വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റില്ല. പോട്ടെ, അറ്റ്ലീസ്റ്റ് ഒരു ചോക്ലേറ്റെങ്കിലും വാങ്ങിച്ചു കൊടുത്തുകൂടായിരുന്നു. എനിക്കൊന്നുമില്ല, എനിക്ക് എവിടുത്തെ വാലന്റൈൻസ് എനിക്ക് അയ്യോ അത് അനുമോളെ എന്നെ അനുഗ്രഹിക്കും പുരുഷോ എന്ന് പറഞ്ഞിട്ട് കാലൊക്കെ തൊട്ടുകൊടുത്തിരിക്കുക. നമ്മുടെ കാലൊക്കെ നമ്മൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മുടെ കാലൊക്കെ ഒരാൾ നമ്മുടെ അനുവാദം ഒരാൾ തൊട്ടുകൊടുന്ന് പറഞ്ഞാൽ സ്നേഹം ഉണ്ടെങ്കിൽ നമ്മളത് ജസ്റ്റ് ഹഗ് ചെയ്യുക, ഷൈക്കാൻഡ് കൊടുക്കുക, അങ്ങനത്തെ രീതിയിലൊക്കെ സ്നേഹം പ്രകടിപ്പിക്കാമല്ലോ. അല്ലെങ്കിൽ നല്ല ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക. ഈ കാലൊക്കെ തൊട്ട് കൊടുക്കണത് എന്തിനാ വെറുതെ കാലൊക്കെ തൊട്ട് കൊടുക്കണല്ലേ? അതും നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് ഹഗ് ചെയ്യുക, ഷൈക്കാൻഡ് കൊടുക്കുക ചെയ്യുന്നതിന് കാലൊക്കെ തൊട്ട് കൊടുക്കണേ. നമ്മൾ അങ്ങനെ ഇങ്ങനെയൊന്നും ആരുടെയും കാലൊന്നും തൊട്ടുവിടാൻ പാടില്ല. എന്തിനാ തൊട്ടുവിടണേ? കാലൊക്കെ നമ്മുടെ ഗുരുക്കന്മാരുടെയോ നമ്മുടെ മാതാപിതാക്കളുടെയോ കാലൊക്കെ മാത്രമാണ് തൊട്ടുവിടാൻ മതി. അല്ലാതെ വേറെ ആരുടെ കാലം നമ്മൾ തൊട്ടുവിടണം. നമ്മൾ ആരെക്കാളും ചെറുതൊന്നും അല്ലെന്നേ. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം, ഈ വീഡിയോയുടെ അവസാനം ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്, ചേച്ചി ബിഗ് ബോസിലെ കാർ കിട്ടിയോ? കിട്ടിയില്ല. കിട്ടും. നല്ല ചോദ്യം. അനുമോളുടെ ഈ ഒരു മറുപടിയാണ് കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ പ്രേരണ ഉണ്ടായത്. ബിഗ് ബോസ് ആ കാറൊന്ന് കൊടുക്ക്. എന്താ വലിയ കാര്യത്തിന് സ്പോൺസറൊക്കെ ചെയ്തല്ലേ, എന്നിട്ട് എന്താ കാറ് കൊടുക്കാത്ത? മോശമായി പോയിട്ടോ. കൊടുക്കുമായിരിക്കും. കൊടുത്തു കഴിഞ്ഞാൽ കീ കാണിക്കണേ, അല്ലെങ്കിൽ റിസീവ് ചെയ്തിട്ട് അമ്പലത്തിൽ നിന്ന് പൂജിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ ഇട്ട് നമ്മളൊന്ന് അറിയിക്കണേ കാറ് കിട്ടിയിട്ടുണ്ടെന്ന്. കാറ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കേട്ടോ കാറ് കിട്ടിയിട്ടില്ല എന്ന്. എന്തായാലും ഇത്രേ ഉള്ളൂ. നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെയൊക്കെ എല്ലാവർക്കും